തംബ്നെയിലിൽ കണ്ടതുപോലെ നമുക്ക് ഈ ഒരു ഫോട്ടോയിലെ ലിപ്സ്റ്റിക്കിൻ്റെ കളർ നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് ചേഞ്ച് ചെയ്യാം. അതിനായിട്ട് നമ്മൾ താഴെ ന്യൂ ലെയർ ക്ലിക്ക് ചെയ്യുക. ഒരു ബ്ലാങ്ക് ന്യൂ ലെയർ ക്ലിക്ക് ചെയ്ത് ഇടുക. എന്നിട്ട് അതിൻ്റെ നെയിം വേണമെങ്കിൽ നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ ഞാൻ ഇവിടെ ലിപ്പൊന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. എന്നിട്ട് നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ബ്രഷ് എടുക്കുക. നമ്മുടെ ബ്രഷ് സെലക്ട് ചെയ്യുക, ടൂള്. അതിൽ നിന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ ഏത് ബ്രഷാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് റൗണ്ട് ബ്രഷാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ഒപ്പാസിറ്റിയും ഫ്ലോയോ എല്ലാം നമ്മൾ 100 ഇട്ടേക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോർഗ്രൗണ്ട് കളർ ഉണ്ടല്ലോ, ഫോർഗ്രൗണ്ട് കളറ് നിങ്ങൾക്ക് ഏതാണോ ലിപ്സ്റ്റിക്കിന് വേണ്ടത് അത് സെലക്ട് ചെയ്യാൻ നോക്കുക. അത് ഏതുകൊണ്ട് സെലക്ട് ചെയ്തോളൂ, പിന്നെ നമുക്ക് മാറ്റാൻ പറ്റും, അത് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് നിങ്ങൾ ഇതിനെ സൂം ചെയ്ത് വെച്ചിട്ട് ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, ലിപ്സ്റ്റിക്ക് എങ്ങനെയാണോ ഇട്ടിരിക്കുന്നത് അതിൻ്റെ പുറത്തു കൂടി ഇതിനെ വരയ്ക്കുക. അതായത് ആ ചുണ്ടിൻ്റെ കറക്റ്റ് അളവിന് ഈ ഒരു ബ്രഷ് ചെയ്ത് വരയ്ക്കുക, ബ്രഷ് ഇട്ട് വരയ്ക്കുക. അതായത് ഒരുപാട് സ്പ്രെഡായി വെളിയിൽ പോകരുത്. പോയാലും നമുക്ക് മായ്ച്ച് കളയാന്നേ ഉള്ളൂ, കാരണം ന്യൂ ലെയറിലാണ് നമ്മളിതിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ മായ്ച്ച് കളയാം. ആ ലിപ്പിൽ, അതായത് ചുണ്ടിൽ ഫുള്ള് നിങ്ങൾ കറക്റ്റിന് അതിൻ്റെ മണ്ടയിൽ കൂടി ഫുള്ള് വരച്ചെടുക്കുക ഈ ബ്രഷ് ഇട്ട്. വേറെ ഒരു ചേഞ്ച് വരുത്തേണ്ടതായിട്ടില്ല. ഫുള്ള് ആ ഒരു ബ്രഷ് ഇട്ട് തന്നെ നിങ്ങൾ ഫുള്ള് വരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാം വരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ബ്ലെൻഡ് മോഡൊന്ന് മാറ്റി കൊടുക്കുക. അതായത് ബ്ലെൻഡിങ്ങിൻ്റെ ഈ മുകളിൽ കാണുന്ന നോർമൽ എന്ന് കൊടുത്തിരിക്കുന്ന അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴോട്ട് കുറേ ഓപ്ഷൻ ഉണ്ട്. അതിൽ സോഫ്റ്റ് ലൈറ്റ് എന്നുള്ള ബ്ലെൻഡ് മോഡ് നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ ലിപ്സ്റ്റിക്കിൻ്റെ അതേ കളർ ആ ഒരു ഡെപ്തിലോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും ഒരു അഗ്ലിയായിട്ടൊരു ഫീലില്ല, ഒരു ഷാർപ്നെസ് കൂടുതലാണ്. അപ്പം നമ്മൾ ഫിൽറ്ററിൽ പോയിട്ട് ബ്ലർ എടുത്തിട്ട് ഗോഷൻ ബ്ലർ എടുക്കുക. എടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മൾ അത് എത്ര അളവിൽ ഗോഷൻ ബ്ലർ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ലിപ്പ് നിങ്ങൾ വരച്ചിട്ടില്ലേ അതിൻ്റെ എഡ്ജ് സ്മൂത്ത് ആവുന്നത് വരെയാണ്. അതെ, ഇങ്ങനെയാണ് ഇരുന്നത് ലിപ്പിൻ്റെ സൈഡ്. ഇതിനെ നമ്മൾ കുറച്ചിങ്ങനെ സ്മൂത്ത് ആക്കുക. അതൊരു ബ്ലറി എഫക്റ്റിലോട്ട് പോകുന്നത് വരെ സ്മൂത്ത് ആക്കുക. അത് നിങ്ങൾക്ക് എത്രമാത്രം ഒറിജിനലായിട്ട് തോന്നുമോ അത് കണക്ക് സ്മൂത്ത് ആക്കിക്കൊള്ളുക. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതുകൊണ്ട് അത്രേ സ്മൂത്ത് കൊടുത്തിട്ടുള്ളൂ. ഇപ്പം നോക്കി കണ്ടോ. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒപ്പാസിറ്റിയും ഫില്ലും ഒക്കെ ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. കണ്ടോ, ഒരു ഒറിജിനാലിറ്റി അതിന് ഫീൽ ചെയ്യും. കണ്ടോ, വലിയ വ്യത്യാസം തോന്നുന്നില്ല അല്ലേ. അപ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എറൈസ് ടൂൾ എടുത്തിട്ട് നിങ്ങൾക്കറിയാം, എറൈസ് ടൂൾ എടുക്കുക, മായ്ച്ച് കളയുക, അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഈ ഒരു ലിപ്പിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റ് പോയിട്ട് അതിൽ ഹ്യൂ സാച്ചുറേഷൻ എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ആ ഒരു ലെയറിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പുതിയ വിൻഡോ വന്നിട്ടുണ്ട്. ആ ഒരു വിൻഡോയിൽ ഹ്യൂവിൽ നമ്മൾ എന്ത് മാറ്റം വരുത്തിയാലും താഴെയുള്ള ലെയറിലെല്ലാം അതിൻ്റെ ഇത് എഫക്റ്റ് ചെയ്യും. നമുക്കിവിടെ ഈ ഒരു ബാർ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ അളവൊന്ന് മാറ്റി നോക്കാം. കണ്ടോ, ഹ്യൂവിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിയപ്പോൾ ആ കളറ് ഫോട്ടോയുടെ എല്ലായിടത്തും ബാധിക്കുന്നുണ്ട്. നമുക്ക് ആ ലിപ്പിൽ മാത്രം വന്നാൽ മതി. അതിനായിട്ട് നമ്മൾ ആൾട്ട് ഞെക്കി പിടിച്ചിട്ട് ആ ലെയറുകളുടെ ഇടയിലായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. ആൾട്ട് ഞെക്കി പിടിച്ച് ആ ലെയറിൻ്റെ ഇടയിലൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ഈ മുകളിലുള്ള ലെയർ താഴെയുള്ള ലെയറിനകത്തേക്ക് വീഴും. പിന്നെ അതിൽ മാത്രമേ ഇത് എഫക്റ്റ് ചെയ്യൂ, താഴെയുള്ള ലെയറിൽ മാത്രം. പക്ഷേ നമുക്ക് അത് അങ്ങനെ ആക്കണമെന്നില്ല. ഈ ഒരു ഹ്യൂ സാച്ചുറേഷൻ്റെ വിൻഡോ ഉണ്ടോ, അതിലൊരു താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഞെക്കിയാലും മുകളിലുള്ള ലെയർ ഓട്ടോമാറ്റിക്കായിട്ട് താഴെ വന്നോളും. അല്ലെങ്കിൽ ആൾട്ട് ഞെക്കിയിട്ട് ആ ലെയറുകളുടെ ഇടയിൽ ക്ലിക്ക് ചെയ്താലും മതി. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ നിങ്ങളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് സാച്ചുറേഷനും ലൈറ്റ്നെസ്സും നിങ്ങൾ അതിനനുസരിച്ച് വേണം അഡ്ജസ്റ്റ് ചെയ്യാൻ. ഏത് കളറാണോ നിങ്ങൾ ഇടുന്നത് അതിനനുസരിച്ച്, എങ്കിലും നിങ്ങൾക്ക് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. നിങ്ങൾക്ക് പിന്നീടും ഇത് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ദേ ഈ ഒരു ഭാഗത്ത് 2 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീണ്ടും വരും. പിന്നെ നിങ്ങൾക്ക് എപ്പോഴും വേണോ ചെയ്യാം. അത് ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയി ചെയ്ത് കഴിഞ്ഞാലുള്ള ഉപയോഗം അതാണ്. നിങ്ങൾക്ക് എപ്പോഴും വേണോ ഇങ്ങനെ കളർ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും, വീണ്ടും വീണ്ടും ഇട്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാനിങ്ങനെ ചെയ്തത് കൊണ്ട് സമയം ഒരുപാട് പോയതാണ്. നിങ്ങൾക്കിത് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഇത് വരച്ച് സെറ്റ് ചെയ്ത് ഇത് കണക്ക് എടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതുകൊണ്ടാണ് ഇത്രയും ലെഗ്തായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം.